ഹലോ എവറി വൺ. അങ്ങനെ കലണ്ടർ മാറ്റാനുള്ള സമയമായിരിക്കുകയാണ്. ന്യൂ ഇയർ അടുത്തെത്തി. 2022 വളരെ സംഭവബഹുലമായ ഒരു വർഷം തന്നെയായിരുന്നു. അതിന്റെ അവസാനമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ വർഷത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കാർഡ് നിങ്ങൾക്ക് വേണ്ടി തന്നാലോ എന്ന പ്ലാനിലാണ് ഗ്രോ മലയാളം. ബെസ്റ്റ് പെർഫോമിംഗ് സെക്ടേഴ്സ്, മോശമായി പെർഫോം ചെയ്ത സ്റ്റോക്കുകൾ, ഹയസ്റ്റ് ഡിവിഡൻഡ് പേയിങ് സ്റ്റോക്കുകൾ, ഈ വർഷത്തെ ടോപ്പ് IPOs, മോശം IPOs, ഇതിനെക്കുറിച്ച് എല്ലാമുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് കാർഡ്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ ഗ്രോ റിപ്പോർട്ട് കാർഡ് എന്ന ഈ സീരീസിലൂടെ ഇങ്ങനെയുള്ള നിരവധി വീഡിയോസ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ വീഡിയോസിലൂടെ പലതരത്തിലുള്ള പാരാമീറ്റേഴ്സ് അടിസ്ഥാനപ്പെടുത്തി പലവിധ സെക്ടറുകളിൽ നിന്നായിട്ടുള്ള ഷെയറുകൾ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തു എന്ന് നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ട് 2022 എന്ന വർഷത്തെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. So let's start with the first report card of this series. ടോപ്പ് 6 സെക്ടേഴ്സ് ഓഫ് 2022. അതായത് 2022 മാക്സിമം റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുള്ള 6 സെക്ടറുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആ സെക്ടേഴ്സ് എന്നും അവയിലെ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സുമായി ബന്ധപ്പെട്ടുള്ള കീ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ജനുവരി 1, 2022 മുതൽ ഇന്ന് വരെയുള്ള കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇയർ ഓൺ ഇയർ റിട്ടേൺസ് നൽകിയിട്ടുള്ള സെക്ടർ ഏറ്റവും അവസാനമാണ്. നമ്മൾ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനമാണ് നമ്മൾ പറയാം. റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള പ്രൈസസ് ഡിസംബർ 6, 2022 മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസസ് ആണെന്ന് ഓർപ്പിക്കുകയാണ്. വെൽക്കം ടു ഗ്രോ മലയാളം. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ് ലൈക്ക് ദിസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേസ് വീഡിയോ. ഫസ്റ്റ് സെക്ടർ ഓട്ടോമൊബൈൽ സെക്ടറാണ്. മോട്ടോർ വെഹിക്കിൾസ്, അവയുടെ കമ്പോണൻസ് എന്നിവ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളാണ് ഓട്ടോമോട്ടീവ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വരുന്നത്. അതായത് വാഹനങ്ങളും പിന്നെ അവയുടെ എഞ്ചിൻസ്, ഓട്ടോ ലൈറ്റ്സ്, ടയർ മേക്കിംഗ് കമ്പനീസ്, ഇതിനെയൊക്കെ സബ്സിഡിയറി കമ്പനീസ് എന്നാണ് വിളിക്കുക. ഇതൊക്കെയാണ് ഈ സെക്ടറിന്റെ പാർട്ടായിട്ട് വരുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡിമോണിറ്റൈസേഷൻ, ആക്സിലുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ലോ ക്രെഡിറ്റ് അവൈലബിലിറ്റി തുടങ്ങിയ ഇഷ്യൂസ് ഫേസ് ചെയ്യുകയായിരുന്നു ഈ സെക്ടർ. 2020 COVID-19 കാരണം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ ഡിമാൻഡ് വളരെയധികം താഴേക്ക് പോവുകയും ചെയ്തിരുന്നു. പിന്നീട് സാമ്പത്തിക രംഗം വീണ്ടും ഉണർന്നപ്പോൾ ഡിമാൻഡ് കൂടി വരാൻ തുടങ്ങി എന്ന് തോന്നിയ സമയത്താണ് സപ്ലൈ സൈഡ് ഇഷ്യൂസ് ഉണ്ടാകാൻ തുടങ്ങിയത്. സെമി കണ്ടക്ടർ ചിപ്പ് ഷോർട്ടേജ് കാരണം. അവിടെയും ഇഷ്യൂസ് തീർന്നില്ല. റഷ്യ ഉക്രൈൻ വാർ കാരണം സപ്ലൈ ചെയിൻ കൺസ്ട്രെയിൻസും റോ മെറ്റീരിയൽ കോസ്റ്റിന്റെ വർധനവും ഉണ്ടായി. ഈ ചെലവ് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ എന്ന കാര്യത്തിലാവട്ടെ ഒരു ഇരുതല മൂർച്ചയുള്ള വാളായിരുന്നു കമ്പനികൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത്. മാർച്ച് 2022 താഴ്ചയ്ക്ക് ശേഷം ഓട്ടോ സെക്ടർ പിന്നെ ഒരു ശക്തമായ തിരിച്ചുവരവ് പക്ഷേ നടത്തുകയുണ്ടായി. ഈ വർഷം ഇതുവരെ നോക്കുമ്പോൾ നിഫ്റ്റി ഓട്ടോ നൽകിയത് 16.73% റിട്ടേൺസ് ആണ്. സപ്ലൈ സൈഡ് തടസ്സങ്ങൾ കുറഞ്ഞു വരികയും ക്രൂഡ് ആൻഡ് സ്റ്റീൽ പ്രൈസസ് താഴുകയും ചെയ്തപ്പോൾ ഓട്ടോ നിർമ്മാതാക്കൾക്ക് വരുന്ന ഇൻപുട്ട് കോസ്റ്റ് കുറയുകയും ഒപ്പം ഇന്ധന വില കുറയുകയും ഡിമാൻഡ് കൂടുകയും കൂടി ചെയ്തപ്പോൾ കാര്യങ്ങൾ ഇവർക്ക് ഏകദേശം അനുകൂലമായിട്ട് മാറി. പിന്നെ സെമി കണ്ടക്ടർ ചിപ്പുകൾക്കുള്ള സപ്ലൈ ക്രഞ്ച് ശരിയായി വരുന്നതും ഈ ഇൻഡസ്ട്രിക്ക് ഉന്മേഷം നൽകിയ കാര്യമായിരുന്നു. പിന്നെ ഈ വർഷം ഉണ്ടായ നല്ല ഒരു മൺസൂൺ ഓട്ടോ സെക്ടറിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഉണ്ടായി വരുന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾ പുഷാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയാം. സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കാരണം ഇന്ത്യയിലെ EV മാർക്കറ്റ് ഒരു മികച്ച ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുകയാണ്. ഈ അവസരം മുതലാക്കി ഓട്ടോ കമ്പനീസ് ഈസിയായി ഫണ്ടുകൾ റേസ് ചെയ്ത് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അഡ്വാൻസ് ടെക്നോളജി ഇന്റഗ്രേഷൻ, ഇന്നോവേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് എക്സ്പാൻഷൻ എന്നിവയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായും നിരത്തിൽ ഓടുന്ന ഓൺ ഗ്രൗണ്ട് ഓട്ടോമൊബൈൽസിനുള്ള ഡിമാൻഡ് സ്ട്രോങ് ആകുമ്പോൾ അതിൻ്റെ കൂടെ ഓട്ടോ ആൻസിലറി സ്റ്റോക്കുകൾക്കും ആ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അതും സംഭവിക്കുന്നുണ്ട്. ഈ വർഷത്തെ ഫെസ്റ്റീവ് സീസണും ഓട്ടോ കമ്പനീസിന് വളരെ മികച്ചതായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെന്റ്സും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. 2026 ആകുമ്പോഴേക്കും ഇന്ത്യ തേർഡ് ലാർജസ്റ്റ് ഓട്ടോമോട്ടീവ് മാർക്കറ്റായി മാറുമെന്നാണ് കരുതപ്പെടുന്നത്. ഗവൺമെന്റ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ്, ഇൻക്രീസിംഗ് ഇന്നോവേഷൻ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ഇൻഡസ്ട്രി എന്നീ കാര്യങ്ങൾ ഈ സെക്ടറിന് ഒരു പുതിയ ശ്വാസം നൽകിയിരിക്കുകയാണ്. ഈ ഫാക്ടേഴ്സ് കാരണം ഇന്ത്യൻ ഓട്ടോ സെക്ടർ അടുത്ത 5 വർഷം കൊണ്ട് ഇരട്ടിയായി 7.5 lakh crore rupees ഇൻഡസ്ട്രിയായി മാറുമെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഫ്യൂച്ചർ എല്ലാം കൊണ്ടും ഈസിയാണെന്നല്ല. ഇന്ത്യൻ ഓട്ടോ കമ്പനീസ് അവരുടെ എക്സ്പോർട്സ് വർദ്ധിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിലുള്ള റെസഷൻ, എക്കണോമിക് ഡൗൺ ടേൺ ഉണ്ടാകാനുള്ള സാധ്യത എന്നിവ എക്സ്പോർട്ട് വോളിയത്തെ ബാധിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാഹനങ്ങളുടെ വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യമായി വാഹനം വാങ്ങുന്ന പ്രൈസ് സെൻസിറ്റീവായ എൻട്രി ലെവൽ ബയേഴ്സിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഈ വർഷം ഹയസ്റ്റ് റിട്ടേൺസ് നൽകിയ ടോപ്പ് പെർഫോമിംഗ് നിഫ്റ്റി ഓട്ടോ സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് സ്ക്രീനിൽ കാണാം. The second sector is the energy sector. കുറച്ച് ദശകങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ എനർജി സെക്ടർ ഒരു മികച്ച ഗുഡ് ഓപ്പർച്യൂണിറ്റിയിൽ ആയിരുന്നു നിന്നിരുന്നത്. ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല ഫോറിൻ ഇൻവെസ്റ്റേഴ്സും വിശ്വസിച്ചിരുന്നത് അങ്ങനെ തന്നെ ആയിരുന്നു. ഇന്ത്യയുടെ ഗ്രോത്ത് സൈക്കിളും ഗവൺമെന്റിന്റെ മെഗാ പവർ പ്രൊജക്ടുകൾക്കും ഇതൊക്കെ മുന്നിൽ കണ്ട് ഇൻവെസ്റ്റേഴ്സ് നോക്കി വെച്ചിരുന്ന ഒരു സെക്ടർ ആയിരുന്നു എനർജി സെക്ടർ. പക്ഷേ അതേസമയം തന്നെ കറൻസിയുടെ മൂല്യശോഷണം,
ഉയരുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, ഫ്യുവൽ കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിൻ്റെ പ്രോബ്ലംസ് തുടങ്ങിയ എക്കണോമിക് സിറ്റുവേഷൻസ് ആ ഓപ്പർച്യൂണിറ്റിയെ തകിടം മറിക്കുകയാണ് ചെയ്തത്. ഏതാനും ചില പ്രൊജക്റ്റുകൾ യാഥാർത്ഥ്യബോധമില്ലാത്തതായി മാറുകയും പല പ്രൊജക്റ്റുകളുടെയും ബഡ്ജറ്റഡ് കോസ്റ്റ് കുത്തനെ കൂടുകയും ചെയ്തു. 2018 മുതൽ COVID-19 കാരണമുള്ള തകർച്ചയുടെ സമയം വരെ സെൻസെക്സ് ഓൾമോസ്റ്റ് ഡബിൾ ആയപ്പോൾ BSE പവർ 60% താഴേക്കാണ് പോയത്. പക്ഷേ ഈ വർഷം എനർജി സെക്ടർ കാര്യങ്ങൾ തിരിച്ചു പിടിച്ച വർഷമായിരുന്നു. BSE പവറും നിഫ്റ്റി എനർജിയും അവരുടെ ഇൻവെസ്റ്റേഴ്സിന് ഡീസൻ്റ് ആയ വെൽത്ത് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ നോക്കുമ്പോൾ നിഫ്റ്റി എനർജി നൽകിയത് 18.26% റിട്ടേൺസ് ആണ്. ഇന്ത്യയാണ് തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇന്ത്യയുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 404.13 GW ആണ് ജൂലൈ 2022 കണക്ക് പ്രകാരം. വർദ്ധിക്കുന്ന പോപ്പുലേഷൻ ആണ് ഇതിന് പിന്നിലെ മെയിൻ റീസൺ. പിന്നെ പെർ ക്യാപിറ്റ യൂട്ടിലൈസേഷനും. ഇത് ഈ സെക്ടറിന്റെ ഗ്രോത്ത് ഡ്രൈവർ ആയിട്ടുള്ള കാര്യമാണ്. റിന്യൂവബിൾ എനർജി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഫുൾ കോൺട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോളാർ മൊഡ്യൂൾസിലും മറ്റു എക്യുപ്മെന്റ്സുകളിലും ഇനീഷ്യേറ്റീവ്സിലും ഒക്കെ നൽകുന്ന പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീംസ് ഈ സെക്ടറിന് വളരെ യൂസ്ഫുൾ ആകുന്നുണ്ട്. ഇൻഫാക്ട് 100% ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഈ സെഗ്മെന്റിലെ ഇൻവെസ്റ്റേഴ്സ് സെന്റിമെന്റ്സ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. 2000 ഏപ്രിലിനും 2022 മാർച്ചിനും ഇടയിൽ ഈ സെക്ടറിലേക്ക് ഉണ്ടായ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്ലോ എന്ന് പറയുന്നത് $15.8 ബില്യൺ ആണ് എന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ടോപ്പ് 5 പെർഫോമിംഗ് നിഫ്റ്റി എനർജി സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് സ്ക്രീനിൽ കാണാം. അടുത്ത സെക്ടർ പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ് സെക്ടറാണ്. നമുക്ക് ആദ്യം ഓവറോൾ ബാങ്കിങ് സെക്ടറിൽ ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ഒരു ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്ന സെക്ടറാണ് ബാങ്കിങ് സെക്ടർ. ഇന്ത്യൻ ബാങ്കിങ് സെക്ടർ നല്ല ഫേസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എക്സ്പേർട്സിന്റെ അഭിപ്രായം. ബാങ്കുകളുമായി ബന്ധപ്പെട്ട കണക്കുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ബാങ്കുകളുടെ ആസ്തി മൊത്തമായി 2022 ഏകദേശം $2.67 ട്രില്യൺ എത്തിയിട്ടുണ്ട്. ഇതിൽ സ്വകാര്യ മേഖലാ ബാങ്കുകളും പൊതുമേഖലാ ബാങ്കുകളും ഉൾപ്പെടും. ജൂൺ 2022 ആയപ്പോഴേക്കും പ്രധാനമന്ത്രി ജൻ ധൻ യോജന PMJDY ആ ഗവൺമെന്റ് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിന് കീഴിലായി ഓപ്പൺ ചെയ്യപ്പെട്ട ടോട്ടൽ നമ്പർ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് അപ്രോക്സിമേറ്റ്ലി 45.6 ക്രോർസ് ആയി. ഈ അക്കൗണ്ടുകളിലെ ഡെപ്പോസിറ്റ് 1.68 ട്രില്യൺ ആയിരുന്നു. ഈ ഇൻഡസ്ട്രിയിൽ ആളുകൾ കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു കാരണം ഇത് തന്നെയാകാം. ഈ കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം ബാങ്കിങ് സെക്ടർ നിഫ്റ്റി 50 ഒരു നല്ല മാർജിനിൽ തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ബാങ്ക്സിന്റെ കാര്യം മാത്രം എടുത്താൽ ഈ സെക്ടർ 18.51% റിട്ടേൺസ് ഈ വർഷം നൽകിയിട്ടുണ്ട്. ബാങ്കുകളുടെ ലോൺസ് ആൻഡ് ഡെപ്പോസിറ്റ്സിൽ ഒരു ഹെൽത്തി ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. സെപ്റ്റംബർ 2022 പ്രകാരം പ്രൈവറ്റ് പ്ലെയേഴ്സിനിടയിൽ ലാർജസ്റ്റ് ബാങ്ക് ആയിട്ടുള്ള HDFC ബാങ്ക് 23.5% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഈവൻ യെസ് ബാങ്കിലെ ഡെപ്പോസിറ്റുകൾ വരെ 13.2% ഉയർന്നു. ഇൻഡസ് ബാങ്കിലേത് 15%, ധനലക്ഷ്മി ബാങ്കിലേത് 6.9% ഉയർന്നു. ലോൺ ബുക്കിന്റെ കാര്യം എടുത്താൽ യെസ് ബാങ്ക് കാണിച്ചത് 11.6% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ്. ഇൻഡസ് ഇൻഡ് ബാങ്ക് 18%, ധനലക്ഷ്മി ബാങ്ക് 30.7% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് MSME അഥവാ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ ലോൺ ബുക്ക് വർധനവിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ലോൺ ബുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനും അങ്ങനെ സ്ട്രാറ്റജിക് റിസ്ക് കുറക്കാനും ബാങ്കുകളെ സഹായിക്കുന്ന കാര്യമാണ്. ഒരു നല്ല കാര്യമുള്ളത് ഗവൺമെന്റിന്റെ ചില പ്രൊവിഷൻസ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെഗ്മെന്റ്സിലുള്ള ബാങ്കുകൾക്ക് ചില അവസരങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുകയാണെന്നുള്ളതാണ്. GNPA പോലെയുള്ള ഫിനാൻഷ്യൽ മെട്രിക്സും ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. ഇനി ഈ സെക്ടറിലെ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഫോർത്ത് സെക്ടർ മെറ്റൽ സെക്ടറാണ്. ലോഹങ്ങൾ നിറഞ്ഞ ഖനികളിൽ നിന്നും ധാതുക്കൾ എടുത്ത് അവ എക്സ്ട്രാക്ട് ചെയ്ത് വിൽക്കുന്ന കമ്പനികളാണ് മെറ്റൽ ആൻഡ് മെറ്റൽ മൈനിങ് ഇൻഡസ്ട്രിയിലുള്ളത്. ഇത് പിന്നീട് മറ്റ് ഇൻഡസ്ട്രികൾക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളുടെയും മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസ്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഉക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റ് കാരണം മെറ്റൽ സെക്ടർ കമ്പനികൾക്ക് നല്ല വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ഈ വർഷം ഫസ്റ്റ് ഹാഫിൽ. പിന്നീട് ഇൻഫ്ലേഷൻ ഉയർന്നതും ഡോളറിന്റെ വില ഉയർന്നതും മെറ്റലിന്റെ ഡിമാൻഡ് ഗ്ലോബലി തന്നെ കുറക്കുകയും ചെയ്തു. ഇതിന്റെ റിഫ്ലക്ഷൻ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിന്റെ മൂവ്മെന്റിലും കാണാൻ കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ മാസം നിഫ്റ്റി മെറ്റൽസ് ഇൻഡെക്സ് ഒരു അപ്വാർഡ് മൊമെന്റം കൈവരിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിൽ മെറ്റൽ സ്റ്റോക്സ് സ്ട്രോങ് ആയി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ വൈകി ഉണ്ടായ തിരിച്ചുവരവാണെങ്കിലും ഇത് കാരണം മെറ്റൽ സെക്ടർ നമ്മുടെ ഗ്രോ റിപ്പോർട്ട് കാർഡിലെ ടോപ്പ് പെർഫോമിംഗ് സെക്ടേഴ്സിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. യെസ്, നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് ഈ വർഷം നൽകിയത് 20.27% റിട്ടേൺസ് ആണ്. മെറ്റൽ സെക്ടറിൽ ഇപ്പോഴും ചില മൂവിംഗ് പാർട്സ് ഉണ്ട്. ഡോളറിന്റെ സമീപകാലത്തുണ്ടായ ഇടിവും ഇൻഫ്ലേഷൻ ഉയർന്നതിന്റെ സൂചനകളും മെറ്റൽ വ്യാപാരം കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. കൂടാതെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനുകൂലമായ നീക്കങ്ങൾ മെറ്റൽ ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്തിരിക്കുകയാണ്. ഈ അടുത്ത് ഹൈ സ്റ്റീൽ ആൻഡ് അയൺ ഓറുകൾക്ക് മേലെയുള്ള എക്സ്പോർട്ട് ഡ്യൂട്ടി ഒഴിവാക്കിയതൊക്കെ ഈ കൂട്ടത്തിൽ പെടും. എക്സ്പോർട്ട് ഡ്യൂട്ടി ഒഴിവാക്കിയതിലൂടെ ഇന്ത്യൻ മൈനിങ് ആൻഡ് മാനുഫാക്ചറിംഗ് കമ്പനീസ് അവരുടെ പ്രൊഡക്ഷൻ വരും കാലങ്ങളിൽ വർദ്ധിപ്പിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെ അവർക്ക് സർപ്ലസ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യാനും ആകും. 1-2 ക്വാർട്ടേഴ്സ് കഴിഞ്ഞാൽ ഇതിന്റെ ഇമ്പാക്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. എക്സ്പേർട്സിന്റെ അഭിപ്രായത്തിൽ ചൈന വീണ്ടും സജീവമാകുമ്പോൾ തീർച്ചയായും അത് കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ളതാണ്.
കമ്മോഡിറ്റി മാർക്കറ്റിന്റെ 50% കയ്യിലുള്ള ചൈന നോർമലായി വരുമ്പോൾ മെറ്റൽസിനുള്ള ഡിമാൻഡ് കൂടും. പക്ഷേ മെറ്റൽ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ സെക്ടറിൽ അടങ്ങിയിരിക്കുന്ന സീസണൽ സൈക്ലിക്കാലിറ്റിയെ കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഈ സെക്ടറിലെ ടോപ്പ് 5 കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി അഞ്ചാമത്തെ സെക്ടർ FMCG സെക്ടറാണ്. FMCG അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗൂഡ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് വിറ്റുപോകുന്ന വില കുറഞ്ഞ പ്രൊഡക്റ്റുകളാണ്. മൾട്ടി ഇയർ കൺസോൾട്ടേഷൻസ് ഉണ്ടായതിനു ശേഷം ഇന്ത്യയുടെ FMCG സെക്ടർ ഇപ്പോൾ സ്ട്രോങ് ആയി പോവുകയാണ്. എല്ലാ സെക്ടറുകളെയും പോലെ യൂറോപ്പിലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് FMCG കമ്പനികളിലും ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. റഷ്യ ഉക്രൈൻ വാർ ഇൻപുട്ട് കോസ്റ്റ് ഉയർത്തുകയും അതിന്റെ കൂടെ ഇന്തോനേഷ്യൻ ഗവൺമെന്റിന്റെ പാം ഓയിൽ എക്സ്പോർട്ട് നിരോധനവും FMCG കമ്പനികളെ നെഗറ്റീവായി ബാധിച്ചിരുന്നു. ഉയരുന്ന ഇൻഫ്ലേഷൻ കാരണം ഒരു ഭാഗത്ത് മാർജിൻ കംപ്രഷനും മറുഭാഗത്ത് ലോ ഡിമാൻഡും ഇവർ നേരിടുകയും ചെയ്തു. പക്ഷേ ഏതാണ്ട് 2 മാസത്തെ കൺസോൾട്ടേഷന് ശേഷം ഓഗസ്റ്റിൽ FMCG സെക്ടറിൽ ഒരു സ്ട്രോങ് ബ്രേക്ക്ഔട്ട് ഉണ്ടാവുകയും പിന്നീട് നല്ല ഉയർച്ച ഉണ്ടാവുകയും ചെയ്തു. ഫെസ്റ്റീവ് സീസണും കമ്മോഡിറ്റി പ്രൈസസ് കുറഞ്ഞു വരാൻ തുടങ്ങിയതും FMCG കമ്പനികൾക്ക് ഒരു ബൂസ്റ്റായി. നിഫ്റ്റി FMCG ഇയർ ഓൺ ഇയർ ബേസിസിൽ നൽകിയത് 20.43% റിട്ടേൺസ് ആണ്. FMCG സെക്ടർ ഇന്ത്യയിലെ 4th ലാർജസ്റ്റ് സെക്ടറാണ്. ഇന്ത്യയിലെ യങ് പോപ്പുലേഷൻ വർദ്ധിക്കുന്നതും ഡിസ്പോസിബിൾ ഇൻകം ലെവൽ വർദ്ധിക്കുന്നതും ഈ സെക്ടറിനെയും വളർത്തുകയാണ്. ഇന്ത്യൻ ബ്രാൻഡ് ഇക്വിറ്റി ഫൗണ്ടേഷന്റെ കണക്ക് പ്രകാരം ഇന്ത്യൻ FMCG മാർക്കറ്റ് 2025 വരെ 15% CAGR എന്ന നിരക്കിൽ വളരുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ റെവല്യൂഷൻ ഈ സെക്ടറിലെ ഗ്രോത്തിന് ഒരു മുതൽക്കൂട്ടാകും. കൂടുതൽ ഗ്രാമങ്ങൾ ഡിജിറ്റലി കണക്റ്റഡ് ആവുകയും ഇത് കാരണം FMCG പ്രൊഡക്ട്സ് ഗ്രാമങ്ങളിലുള്ളവർക്കും ഇനി വിരൽത്തുമ്പിൽ തന്നെ അവൈലബിൾ ആവുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ഇത്. എന്നിരുന്നാലും നവംബറിൽ സെയിൽസ് വോളിയത്തിൽ ഒരു കുറവ് ഉണ്ടായതായിട്ട് കാണാനും നമുക്ക് കഴിയും. എക്സ്പേർട്സ് വിശ്വസിക്കുന്നത് ഒരു പരിധിവരെ FMCG കമ്പനികളുടെ ടോപ്പ് ലൈൻ പെർഫോമൻസ് പ്രൈസ് ഡ്രൈവൺ ആണ് എന്നാണ്. അതുകൊണ്ട് തന്നെ തുടർന്നു പോകുന്ന ഇൻഫ്ലേഷൻ കാരണം ഡിമാൻഡിൽ കുറവ് കാണാം, എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയാസ്. കൺസ്യൂമർ ബിഹേവിയർ ഒരു പരിധിവരെ വളരെ സൂക്ഷിച്ചു മാത്രം ചിലവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എപ്പോഴാണോ ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോൾ ആകുന്നത് അപ്പോൾ കൺസ്യൂമേഴ്സിന്റെ പോസിറ്റീവ് സെന്റിമെന്റ് FMCG സെക്ടറിന് ഒരു ഹ്യൂജ് പോസിറ്റീവ് ആയിട്ട് മാറാൻ പറ്റും. ഇനി 2022 ടോപ്പ് പെർഫോമിംഗ് FMCG സ്റ്റോക്സ് സ്ക്രീനിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇനി ഹയസ്റ്റ് റിട്ടേൺസ് നൽകിയ സെക്ടർ ഏതാണെന്ന് പറയാൻ പോവുകയാണ്. പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് അത്. PSU അഥവാ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ബാങ്കുകൾ കുറെ വർഷങ്ങളായി മ്യൂട്ടഡ് പെർഫോമൻസ് ആണ് കാണിച്ചിട്ടുള്ളതെങ്കിലും ഈ സെക്ടർ ബാക്കി എല്ലാ ഇൻഡെക്സുകളെയും മറികടന്നിരിക്കുകയാണ് ഈ വർഷം. നിഫ്റ്റി PSU ബാങ്ക് ഈ വർഷം ഇതുവരെ നൽകിയിരിക്കുന്ന ആനുവലൈസ്ഡ് റിട്ടേൺ 62.66% ആണ്. പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റിൽ ഒരുപാട് മോശം ലോണുകൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലായി ഉണ്ടായ പരിഷ്കരണങ്ങൾ കൊണ്ട് ബാങ്കുകൾ അവരുടെ ബാലൻസ് ഷീറ്റ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. PSU ബാങ്കുകളുടെ NPA, ലോൺ അഡ്വാൻസ് ഗ്രോത്ത്, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ തുടങ്ങിയ മെട്രിക്കുകളും വലിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഫാക്ടേഴ്സും മറ്റു ചില മാക്രോ കണ്ടീഷൻസും കൊണ്ട് പബ്ലിക് സെക്ടർ ബാങ്കുകൾ പ്രൈവറ്റ് ബാങ്കുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ. ഇനി ഈ സെക്ടറിൽ ബൂം ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ടോപ്പ് 5 കമ്പനീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വർഷം മാക്സിമം വെൽത്ത് ഇൻവെസ്റ്റേഴ്സിന് നൽകിയ ടോപ്പ് 6 സെക്ടേഴ്സ്. എല്ലാ സെക്ടറുകളും അവയുടെ റിട്ടേൺസും ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. 2022 ഈ സെക്ടറുകൾ വളരെ കംഫർട്ടബിൾ ആയി മാർക്കറ്റിനെ ബീറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അടുത്ത വർഷവും ഇത് ആവർത്തിക്കാൻ പോകുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ചെയ്യാമോ? ഒപ്പം പ്രത്യേകം ഓർപ്പിക്കുകയാണ്, നമ്മുടെ ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷനുമായിട്ട് എടുക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഗ്രോ മലയാളം ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. അവയിൽ കൂടി നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.